2 വർഷം കൊണ്ട് ഈ അസുഖമായിട്ട് കിടക്കുന്ന ഞാൻ വേറൊരു പുരുഷൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം മാഡം ഒന്ന് പറയണം. ഈ സ്ത്രീയും സുഖമില്ലാതെ ഈ ബ്രസ്റ്റും എടുത്ത് കീമോയും എടുത്ത് പിന്നെ റേഡിയേഷനും ചെയ്ത് നടന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചെന്ന്. എൻ്റെ അനിയത്തി എൻ്റെ സഹോദരന്മാരും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. അതൊന്നും ചിന്തിക്കണ്ടേ മാഡം. വീട്ടിൻ്റെ നടയിൽ എന്നെ പിടിച്ച് കെട്ടി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഈ വയ്യാതിരുന്ന എന്നെ വെള്ളം ഒഴിച്ചിട്ട് വനിതാ സെല്ലുകാരെ വിളിച്ച് വരുത്തി. എന്നെ ചെയ്ത ആരാണ് മാഡം ഒന്ന് അറിയണം. 2 വർഷം കൊണ്ട് ഈ അസുഖമായിട്ട് കിടക്കുന്ന ഞാൻ വേറൊരു പുരുഷൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം മാഡം ഒന്ന് പറയണം. ഈ സ്ത്രീയും സുഖമില്ലാതെ ഈ ബ്രസ്റ്റും എടുത്ത് കീമോയും എടുത്ത് പിന്നെ റേഡിയേഷനും ചെയ്ത് നടന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചെന്ന്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സജി, സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നതിനകത്ത് നമ്മൾ കുറെ ഊഹിച്ചെടുക്കാനേ പറ്റൂ. പക്ഷെ അവർക്ക് അസുഖമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. നേരത്തെ അവർക്ക് ക്യാൻസർ ഉണ്ട്, അതിന് ചികിത്സ വേണമെന്നുള്ള അത് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്രയും ശക്തമായ മാറ്റങ്ങൾ എന്നുള്ളത് ആ സ്ത്രീ വളരെ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു. എനിക്കൊരു മാറ്റമില്ല. അതിനുശേഷമാണ് നിങ്ങൾക്ക് ആ വീട്ടിൽ പോകാനോ ആ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും താല്പര്യമില്ലാതെ അവരെ അടുത്ത് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ മാഡത്തിന്? എടി നിനക്ക് ഈ ക്യാൻസർ വന്നാലും നിനക്ക് തൊണ്ടയിൽ ഇനി ക്യാൻസറും ഒരു രോഗിയുടെ കൂടെ ജീവിച്ച് എനിക്ക് അസുഖം വരുത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ പറഞ്ഞത് ഇത്രയും അടിയിടിയും 10 എനിക്ക് ഇനി എൻ്റെ ദേഹം ഒരിടവും ഇല്ല. എന്നെ ഇത്രയ്ക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ച് എല്ലാം ചെയ്തു വേണം സത്യം. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ചു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സഹിച്ചു. ദൈവം എനിക്കൊരു അസുഖം ഇട്ട്. നിങ്ങളൊരു 26,000 ഉറുപ്പ്യ അയാളുടെ എടുത്തു കൊണ്ടുപോയി പറയണു? ഇല്ല, സത്യമായിട്ടില്ല. എൻ്റെ 2 മക്കളാണ്. ഞാനിന്ന് വീട്ടിൽ ചെന്ന് എത്താതെ പോയിട്ട് ഇല്ല സാറേ, ഞാൻ എടുത്തിട്ടില്ല. അയാളുടെ മൊബൈൽ കൊണ്ടുപോയി? ഇല്ല, ഞാൻ ഒരു വകയും ഞാൻ എടുത്തോണ്ട് പോയിട്ടില്ല. ഞാൻ പോയി അവിടെ ഈ ചെലവിൻ്റെ ഇതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അവസാനം നിവർത്തി കേട്ടപ്പോഴത്തേക്ക് കാലെ പിടിച്ചെങ്കിൽ എൻ്റെ മക്കൾക്ക് ചെലവിന് വല്ലതും ചോദിക്കാമെന്ന് പറഞ്ഞ് പോയി എന്നെ ഓട്ടിച്ചിട്ടടിച്ച് ഞാൻ ഇച്ചിരി നടന്നിട്ടുണ്ട് പോയത്. അതിന് അറ്റം വരെ വലിച്ച് കീറി ഞാൻ അങ്ങനെ കൊണ്ടുവന്നൊരു പെറ്റീഷൻ എഴുതി കൊടുത്തു. എനിക്ക് സഹിയിട്ട് എന്ന് വെച്ചാൽ എന്നെ ഇത്രയും വയ്യായിരുന്നിട്ടും ചിലവിനും തരൂല, ഒന്നും തരൂല. ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മക്കളെയും കൊണ്ടാണ് ഞാൻ പോയത്. 2 മക്കളെയും കൊണ്ടാണ് ഞാൻ പോയത്. എന്നെ അവിടെ ഇട്ട് നീ ചെയ്യാൻ ഒന്നുമില്ല. എൻ്റെ ഭർത്താവ് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഇല്ല മാഡം, എനിക്ക് ഇപ്പം തീരെ വയ്യെങ്കിൽ മാത്രം ഞാൻ ഒരു ഇദ്ദേഹം പറഞ്ഞു സ്കൂളിൽ കുട്ടികളെ വിടാറില്ലെന്ന്. ഇല്ല മാഡം, ഇപ്പം പിന്നെ അതിൽ ഞാൻ പറഞ്ഞത് ഈ 1 വർഷം ഞാൻ ആശുപത്രിയിലായത് കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ മുട്ടത്തുറയാണ് താമസിക്കുന്നത്. അപ്പം ഈ അരിമാൻ്റെ സ്കൂളിൽ വരാൻ മാഡത്തിന് അറിയാലോ ഒന്ന് എന്ത് ദൂരമാണെന്ന്. അനിയത്തിയുടെ ഭർത്താവും തമ്മിൽ ഇങ്ങനെ വേർപിരിഞ്ഞ് ജീവിച്ചിട്ട് നിങ്ങൾ ഭർത്താവിൻ്റെ കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. അത് ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം മാഡം, അത് ഞാൻ കാര്യം പറഞ്ഞുതരാം. എൻ്റെ ചേച്ചിക്ക് ഒരു മോനുണ്ട്, 24 വയസ്സ്. അവൻ ഷിപ്പ്യാർഡിലാണ് ഇപ്പം ജോലി. അപ്പോൾ അവൻ ഇതുപോലെ പോകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞമ്മ ഞാൻ ഇതുപോലെ പോവേണമെന്ന് പറഞ്ഞ്. ഞാൻ അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ബന്ധുക്കളെ വീട്ടിൽ ഓരോരുത്തർ ഞാൻ പോകില്ല. അങ്ങനെ ഇവൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് ഇവൻ രാത്രിയാണ് പോയത്. യാത്രയാക്കിയിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ തിരിച്ച് പോയി. അന്ന് തൊട്ട് ഇദ്ദേഹത്തിന് തുടങ്ങിയ സംശയമാണ്. അമ്മേനെ നിങ്ങൾ വെളിയിലിറക്കി എന്ന് പറയുന്ന നേരമാണ് ചെന്ന് പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതുപോലെ മോന് ചെലവിന് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. സജികുമാറിന് സിന്ധുവിനും മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞു. 8-9 പ്രാവശ്യം ഇപ്പൊ ഈ 2 കൊല്ലത്തിനിടയ്ക്ക് അവരുടെ വീട് കയറി നിങ്ങൾ സ്ഥിരമായിട്ട് അടിക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടില്ല, ഞാൻ അവരെ അടിച്ചിട്ടില്ല. അവര് നല്ല സ്ത്രീയാണോ? നല്ല സ്നേഹമുള്ള സ്ത്രീയാണോ? അവരൊരു നല്ല സ്ത്രീ അല്ല എന്ന് തന്നെ ഞാൻ പറയും. അവരൊരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നു. അവർ പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ ഡൈവോഴ്സ് വാങ്ങണം, അവരുടെ മോന് വേറെ സംബന്ധം നോക്കി കെട്ടിക്കണം. എൻ്റെ മോൻ ഭംഗിയില്ലേ, എൻ്റെ മോൻ കാണാൻ കൊള്ളൂലേ, സുന്ദരനല്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മോനെ വേറെ കെട്ടിക്കണം എന്നാണ് അവരുടെ വാദം. അപ്പോൾ ഈ 2 കുട്ടികൾ എന്ത് ചെയ്യണമെന്നും എന്താണെന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. സിന്ധു ഡൈവോഴ്സ് കൊടുക്കാൻ സമ്മതിച്ചോ? എനിക്ക് ഡൈവോഴ്സിന് സമ്മതമല്ല. എനിക്ക് ഡൈവോഴ്സിന് സമ്മതമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കാരണവശാലും ഡൈവോഴ്സ് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഡൈവോഴ്സ് തോന്നുമ്പോൾ ഡൈവോഴ്സ് കൊടുക്കാനും തോന്നുമ്പോൾ നമുക്ക് സ്വീകരിക്കാനല്ല നമ്മളൊരു വിവാഹം കഴിക്കണത്. കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ മാഡം? പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല. മോള് അതുകൊണ്ട് എനിക്ക് സമ്മതമേ അല്ല. എനിക്ക് സമ്മതമല്ല. അതല്ലെങ്കിൽ തെളിയിക്കുക. ഇദ്ദേഹം എന്തിനാണ് ഡൈവോഴ്സ് വാങ്ങിക്കുന്നത് എന്ന് എനിക്ക് തെളിയിക്കണം. എൻ്റെ അടുത്ത് പറയണം എന്തിനാണെന്ന്. ഞാനൊരു അസുഖക്കാരി ആയതുകൊണ്ടാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയണം. അതെനിക്കറിയണം.
അല്ല, ഒരു അസുഖം വന്നിട്ട് ഒരാളുടെ ഡൈവേഴ്സ് ചെയ്യുന്ന വളരെ ക്രൂരതയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അസുഖം വന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലല്ലോ സജി, നിങ്ങൾക്ക് ഈ പരാതിയൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ അവരെ കൊണ്ടുപോയി അവരെ ടെസ്റ്റ് എടുത്തിരിക്കുന്നു, അതെല്ലാം ചെയ്തിരിക്കുന്നു, ഈ അസുഖമാണെന്നുള്ള ഞാൻ 2013 മാർച്ചിലാണ് ഡൈവേഴ്സ് കേസ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് എനിക്ക് വേറെ താമസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ തന്നെ ആയിരുന്നു, മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇതുപോലെ നെഞ്ചിൽ എന്തോ ഒരു മുഴ പോലെയാണ്. ഞാൻ അപ്പോഴാണ് അറിയണത്. ആശുപത്രി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സിറിഞ്ച് ചെയ്തിട്ട് എന്തോ കുത്തി എടുത്തിട്ട് അത് കഴിഞ്ഞ് റിസൾട്ടിന് 3 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിക്കൊണ്ട് വന്നു. എനിക്കറിയത്തില്ല, അതെ, അതിന്റെ റിപ്പോർട്ട് ആരുടെയിലായിരുന്നു കൊടുത്തത്? റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ പിന്നെ ഒരു 15-ാം തീയതി 12-ാം തീയതി വരെ രാവിലെ വന്നാൽ മതി, അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു മാഡം. അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഡിസ്ക് കംപ്ലൈന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോവാതെ വീട്ടിൽ കിടപ്പായിരുന്നു. അപ്പം 1000 രൂപ ചില. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ 1000 രൂപ എന്തെങ്കിലും ഡോക്ടറിന് കൊടുക്കണമല്ലോ, ഇപ്പം എൻ്റെ നിവർത്തിയില്ല, 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു നിസ്സാര കാര്യത്തിനാണ് ഈ വഴക്കും പ്രശ്നങ്ങളുമായി പിന്നെ ഇതായി പോയത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, പൈസ കിട്ടുമ്പം കൊണ്ടുപോയത് നമുക്ക് ജീവിതത്തിൻ്റെ ഇത് അറിയാമല്ലോ മാഡം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ജോലിക്ക് പോയിട്ട് പൈസ കിട്ടുമ്പം നമുക്ക് ആശുപത്രി പോകും. പിന്നെ എന്നെ നിർബന്ധിച്ചാണ് വീണ്ടും കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇത് സിറിഞ്ച് വഴി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ എന്തോ ഒരു ഇതുപോലെ നീരാണ് കെട്ടിക്കിടക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ ഈ കെട്ടിക്കെട്ട് അങ്ങ് ആശുപത്രിയിലേക്ക് ആയപ്പോഴത്തേക്ക് പ്രശ്നം കൊണ്ടൊന്നും അങ്ങ് വലുതായി. പിന്നെ അവർ എന്നെ സഹോദരങ്ങളെ എന്നെ ആർസി കൊണ്ടുപോയതും എന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് പക്ഷെ തോന്നിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് മാഡം. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ കളഞ്ഞിരുന്നാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓടിയെത്തും സാറേ, ഓടിയെത്തി. എൻ്റെ ഭർത്താവിനറിയാം ഞാൻ അങ്ങനെ ഒരുപാട് വാശി പിടിക്കില്ലെന്ന്. എൻ്റെ ഞാൻ ഇത്രയും 2 വർഷം കൊണ്ട് എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ചെന്ന് ചേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചതില്ല. അതിന് പകരം എനിക്ക് തന്നത് അടിയും. അതുമാതിരി വീട്ടിൻ്റെ ഇതിൽ മരത്തിൽ കെട്ടിവെച്ച് ചാണകവെള്ളം ഒഴിച്ചിട്ട് ഡീസൻ്റായിട്ട് വനിതാ സെല്ലേറെ വിളിച്ച് എല്ലാം ചെയ്ത വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. മാഡത്തിന് അറിഞ്ഞൂടെ തന്നു. ഒരു ഗ്ലാസ് വെള്ളം ഇന്ന് വരെ ഈ 2 വർഷമായി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് തന്നില്ല മാഡം. എനിക്ക് വനിതാ എസ്ഐയുടെ മുമ്പ് വെച്ച് എന്നെ അടിച്ചപ്പോഴത്തേക്ക് അന്നവർ പറഞ്ഞിരുന്നു, ഇനി സജീവകുമാർ താമസിക്കുന്നിടത്ത് ഒന്ന് ഉപദ്രവിച്ചാൽ പിടിച്ചു വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ അവിടെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ പിടിച്ചു വെച്ചിട്ട് അവർ വിളിച്ചു. അത് ശരിയാണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? ശരിയല്ലാതെ ഞാൻ ഇത്രയും കാലം 3 വർഷമായിട്ട് ഞാൻ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അല്ല, എത്ര മോശം ഭാര്യയാണെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ സഹായിക്കേണ്ടത് ഭർത്താവിനെ ശരിയല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന എന്റെ ഭർത്താവ് ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെ. അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രവർത്തനം വെച്ചിട്ട് നമുക്ക് അതുപോലെ തിരിച്ചു പ്രതികരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചല്ലോ. അതല്ല ഞാൻ പറയുന്നത്, അവർ ഇത്ര മോശമായിക്കോട്ടെ, എത്ര മോശമായാലും എങ്കിലും അവർ ഇത്ര സിറ്റുവേഷൻ, ഒരു മനുഷ്യൻ മരണത്തിന് മുമ്പേ നിൽക്കുമ്പോൾ നിങ്ങൾ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? മനുഷ്യജീവൻ നിങ്ങൾക്ക് വേറെ നോക്കണ്ട, ഭർത്താവിന് വേണ്ട, മനുഷ്യജീവി. ഓപ്പറേഷന് ഹോസ്പിറ്റലിൽ പോയിന്റെ തലേ ദിവസം അമ്മയുടെ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് അടിയും കൊടുത്തിട്ടാണ് പോണത്. ഓപ്പറേഷന് മുമ്പ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ മോനെ ഒരാഴ്ച ഞാൻ ഓപ്പറേഷന് മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ അസുഖക്കാരി കിടക്കണ്ടേ, എൻ്റെ മോനെ 2 ദിവസം വണ്ടിയിൽ കൂടെ പോകണമെന്ന് പറഞ്ഞ് ലോറിയിൽ കൂടെ വിട്ടപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോൾ ഒരു കോൾ വരികയാണ്. അത് ആരെന്നേട്ട് സജികുമാർ ഉണ്ടോ എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആരെന്നേട്ട്. അത് ഞാൻ സജികുമാറിൻ്റെ ഇപ്പോഴത്തെ പുണ്ടാട്ടിയാണ്, അതുപോലെ സജികുമാർ ലോറിയിൽ മോനെയും കൊണ്ട് പോണത് ഞാൻ കണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നീ ആരടി, നീ ഏത് പെണ്ടാട്ടി? ഞാൻ തന്നെ ഇപ്പോഴും സജികുമാറിൻ്റെ ഭാര്യ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അപ്പോൾ ഈ മോയില്ലല്ലോ, മോളെയും കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ ഞാൻ ചെന്ന് ചോദിച്ച്, ഇപ്പം എന്നെ ഇതുപോലെ ഫോണിൽ വിളിച്ചത് ആരെന്ന് ചോദിച്ച്. ഈ ഇത്രയും വയ്യാതിരിക്കണ എന്നെ വീണ്ടും എന്തിനു വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിളിച്ചപ്പോൾ ഞാൻ അവരുടെ ചോദിച്ച്, നിങ്ങളെ ഇവിടെ ഒരു പെണ്ണ് കൊണ്ടുവന്നാന്ന് ചോദിച്ച്, ഇതാര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണമെന്നിട്ട് എന്നിട്ട് ചേട്ടനെ വിളിച്ചതുപോലെ പറഞ്ഞു, ചേട്ടൻ ഇതുവരെയാണ് കാര്യം, എന്നെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണ്. അപ്പോൾ അയാളെൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവിടെ അടുത്ത് പറയാത്തത് നീ റെക്കോർഡും കൊണ്ട് വരാൻ പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡും കൊണ്ട് വരാനും പറഞ്ഞിട്ടുണ്ടെന്ന്. പിറ്റേന്ന് ഞാൻ എൻ്റെ മോനെ വിളിക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് വന്ന്, അങ്ങനെ പിറ്റേന്ന് എന്നിട്ട് വന്ന് ഫോണിൽ വിളിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെന്ന് കേട്ടപ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് മീനാക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മീനാക്ഷിയെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ, എൻ്റെ ഭർത്താവ് എന്നെ വെല്ലുവിളിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെല്ലുവിളിക്കുകയല്ലേ, ചെന്നു
ചെന്നപ്പോൾ എന്നെ അവിടെ നിന്ന് ഓട്ടിച്ച്, ഈ വയ്യാതിരിക്കണം എന്നെ ഓപ്പറേഷൻ 2 ദിവസമേ ഉള്ളൂ, ഓട്ടിച്ച് അടുത്ത വീട്ടിൽ ഞാൻ അങ്ങ് ചെന്ന് കയറി. എനിക്കങ്ങ് വയ്യ, പിന്നെ അങ്ങ് വയ്യ, ഞാൻ അങ്ങ് തളർന്ന്, എനിക്കെന്തോ ദേഹമൊക്കെ അങ്ങ് വിയർത്ത്, എനിക്ക് വയ്യാതായി. അതായത് കഴിഞ്ഞ ഈ 2 ദിവസം കിടക്കവേ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് പോകാൻ വേണ്ടി നിന്നപ്പോൾ മോനെയും കൊണ്ട് പോയാലേ പറ്റുള്ളൂ, ഇവരാരും നോക്കൂല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോകണം, അവരല്ലേ എല്ലാ കാര്യങ്ങളും നോക്കണത്, അതുകൊണ്ട് അവരെ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഓട്ടിച്ച് ഈ നെഞ്ചിടിപ്പോടെയാണ് പിറ്റേന്ന് ഞാൻ പോയി അഡ്മിറ്റ് ആയത് ആശുപത്രി. ശരി പോട്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നല്ലോ കൊച്ചുങ്ങളെടുത്ത്, മക്കളെ നിൻ്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സുഖമുണ്ടോ എന്താണെന്ന് ഒരു വാക്ക് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല മേഡം, ഇന്നത് വരെ ചോദിച്ചിട്ടില്ല എൻ്റെ ഭർത്താവ്. അതാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ മുമ്പ് ഞാൻ പോയി, എന്നെ ഈ കെട്ടിയിട്ട സമയത്ത് ഞാൻ പറയണം, ചേട്ടാ എനിക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചതാ, എനിക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങളെ കൈ കൊണ്ട് കഴിച്ചിട്ട് എനിക്ക് ഓപ്പറേഷന് പോകണമെന്നൊരു മോഹം തന്നില്ല മേഡം. എൻ്റെ ഈ ഭർത്താവ് ഈ മനുഷ്യൻ തന്നില്ല എനിക്ക് അതെല്ലാം ഞാൻ പറഞ്ഞു. അതിനെല്ലാം എനിക്ക് തന്നത് അടിയും ഇടിയും. ഈ ഓപ്പറേഷന് പോകാൻ നേരത്ത് ഞാൻ വിട്ടു പോയി ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല. ക്ഷമിച്ചു. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ അവരെയും നേരിട്ടല്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അവർക്ക് സുഖമില്ലാത്ത സ്ഥിതിയാണ് അത്. അവരന്ന് എന്നെ വേണ്ട എന്ന് സ്റ്റേഷനിൽ അവരെ സഹോദരങ്ങളെ കൂടെ നിന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ അവർ ഓർക്കണമായിരുന്നു. അവള് പറഞ്ഞില്ല അയാളെ കഷ്ടപ്പെട്ട് വെച്ച വീടാണ്, അയാളെ കിടക്കണമെന്ന് പറഞ്ഞില്ല. എന്റെ സഹോദരങ്ങളെ വെച്ചിരുന്ന വീടാണ്, എന്റെ സഹോദരങ്ങളാണ് എനിക്ക് ചെലവിന് തരുന്നത്, അവർ കൊണ്ടുവരുന്ന ആഹാരമാണ് കഴിക്കുന്നത്. എൻ്റെ മക്കളെ കൂടെ വിട്ട് അങ്ങനെ പറയിപ്പിച്ച് 11 വർഷം നോക്കിയിട്ട് എനിക്ക് കിട്ടിയ കൂലി, അതോടെ എൻ്റെ കംപ്ലീറ്റ് ഊർജ്ജവും പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അല്ല, അവർക്ക് അസുഖം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ നിലപാട് മാറ്റം വരുത്താം. അവർക്ക് അസുഖം വന്നിരിക്കുകയാണ്, എന്തായാലും അസുഖം വന്നിട്ടുണ്ട്, മാറ്റം വരും. ശരി, ഞാൻ അതിന് ഒരു സമാധാനമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. ഫോൺ വിളിച്ചിട്ട് എവിടെ ഇരിക്കുന്നത്? ഞാൻ എറണാകുളത്താണ്. ഇപ്പോൾ എറണാകുളത്തുള്ള ഭാര്യയുടെ കൂടെയാണോ? ഇങ്ങനെയുള്ള ചോദ്യം. സംശയത്തിന്റെ പ്രശ്നമുണ്ടോ? അസുഖമുണ്ടോ? പിന്നെ എനിക്ക് അസുഖമില്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അസുഖമില്ലെന്ന്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് സംശയം. മേഡം ഒന്ന് ചോദിച്ചു നോക്കണം, ഇദ്ദേഹത്തിൻ്റെ കൂടെ 3-4 ദിവസം ബൈക്കിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോയി, അതാരാണ്? ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ അറിയാൻ ഇതുവരെ ആരും ശ്രമിച്ച, പക്ഷെ ആ സത്യാവസ്ഥ എനിക്കറിയണം. ഇദ്ദേഹം കൊണ്ടുപോയി ഇല്ലയെന്ന് പറയട്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു, കണ്ടവർ ഒരുപാട് പേരുണ്ട് മേഡം. പക്ഷെ എന്നിട്ട് ഞാൻ ചോദിച്ചവൻ പറയണ് ആ സത്യാവസ്ഥ നിങ്ങൾക്ക് ആർക്കും അറിയണ്ട, കൊണ്ടുവന്നു ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് കുഞ്ഞമ്മയുടെ മോളാണെന്ന് പറഞ്ഞു. അവരെ സംരക്ഷിക്കാൻ ആരുമില്ല. സഹോദരൻ കഴിച്ച നിങ്ങൾ ഭർത്താവ് വളരെ അധികം ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറണം. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കണം എന്താ, ആ വീട്ടില് നിങ്ങളുടെ പേര് എഴുതിയിട്ടില്ല, ആ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതും കൂടി ചെയ്തിരുന്നെങ്കിൽ അവര് പുറത്തു പോയിരുന്നു. സത്യത്തിൽ അല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ എൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചത് ശരിയാ, ഞാൻ നിന്നെ വിശ്വസിച്ച് എങ്ങനെ ഞാൻ അവിടെ വരും? കാര്യം ഇത്രയും കാലം ഞാൻ പിന്നെ എൻ്റെ ചെറിയ തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നതെങ്കിലും അതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ചു ഉണ്ടാക്കിയതെല്ലാം നിൻ്റെ പേരിലുള്ള വസ്തുവിലാണ് ഞാൻ കൊണ്ട് ചിലവാക്കി വെച്ചത്. എൻ്റെ പേർക്ക് ഞാൻ ഇന്നുവരെ ഒന്നും വാങ്ങിയിട്ടില്ല, ഒരു നല്ല ഷർട്ട് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം വാങ്ങാത്ത കാര്യം, ഒരു നല്ല ഷർട്ട് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പോൾ ചോദിക്കും ഇന്ന് ആരോടെ പോകണം. അതുകൊണ്ട് ഞാൻ വലിയ വീഴ്ചയാണ് സിന്ധു, അത് മാറ്റണം. ഞാൻ ഇനി എങ്ങനെ ചോദിക്കൂല, അത് ചുമ്മാ. അത് ഇപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. 2-3 പേര് പറഞ്ഞു ഇതുപോലെ സജി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഒരാളെ വീട്ടിലെങ്കിലും നീ എന്നെ കൊണ്ടുപോ, നമുക്ക് ചോദിക്കാം. പോവില്ല, ഞാൻ വരാം. ദൂരെ ഇരിക്കുമ്പോ ഉള്ള പലരുടെയും ഇവര് കുഴപ്പമാണ്. ഇതെന്താണെന്നറിയാവോ, അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയല്ലേ ഉള്ളൂ. ഇനി എന്തിനാണ് നിങ്ങൾക്ക് സംശയം? നമുക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരെ അന്വേഷിച്ച് ഭർത്താവ് പോകുന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ആ ചിന്ത അങ്ങ് മാറ്റുക. സിന്ധുവിന് ഇപ്പൊ അസുഖമുണ്ട്, ഇനി ജീവിതം ഇതോടുകൂടി ഇരുട്ടായി എന്നൊന്നും ചിന്തിക്കണ്ട. ഇനിയും ധാരാളം പ്രവർത്തിക്കാനുണ്ട്. ഈശ്വരൻ ആയുസ് എത്ര വരെ തന്നിട്ടുണ്ടോ അത്രയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴല്ലേ നമുക്ക് പിന്നെ ഭർത്താവ് വേറെ എങ്ങോട്ടെങ്ങാനും പോകൂ എന്നൊക്കെ തോന്നുന്നത് അല്ലേ? ഒരു കുഞ്ഞിനെ പോലും നമ്മൾ സംശയിച്ച് 4 തവണ ഒരേ കാര്യം ചോദിച്ചാൽ അവൻ ആ ടെൻഡൻസി ഉണ്ടാവും.
അപ്പോൾ അത് ഒഴിവാക്കണം. നമ്മൾ ഈ കുടുംബമായിട്ട് ജീവിക്കുമ്പം ഇത് രണ്ടിനെയും രണ്ട് ഭാഗത്താക്കാൻ ഒരു പ്രയോജനവും ഇല്ലെങ്കിലും അതൊരു ഹോബിയായിട്ട് എടുക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് ഇതുകൊണ്ട് ലാഭമൊന്നുമില്ല. എന്നാലും വെറുതെ പറയും, ഇന്നതുപോലെ കണ്ടല്ലോ അവിടെ, ഇവിടെ ഭർത്താവിനെ ഇവിടെ കണ്ട എന്താണെന്നറിയില്ല, ഒരു സ്ത്രീയായിട്ട് പോകുന്നു. എന്നിട്ട് എൻ്റെ മോൻ 10 വയസ്സായ എൻ്റെ മോൻ വിളിച്ച് ചോദിച്ച്, അവൻ്റെ മനസ്സിൽ നോക്കണം മാഡം. എൻ്റെ മോൻ വിളിച്ച് ഒരു ദിവസം ചോദിക്കണം, അപ്പം അത് ആരോ റോഡിൽ ചെന്നപ്പം പറഞ്ഞെന്ന് ഇതുപോലെ നിൻ്റെ അപ്പയും വേറെ പെണ്ണ് കെട്ടിയാന്ന് ചോദിച്ചെന്ന് അവൻ്റെ അടുത്ത്. അപ്പോൾ ഉടനെ അവൻ വിളിച്ച് ചോദിച്ചു, അപ്പം ഇതുപോലെയാണ് അപ്പം വേറെ പെണ്ണ് കെട്ടിയ, അത് ആര് പറഞ്ഞാൽ അത് റോഡിൽ പോയപ്പം മാമന്മാരെന്ന് പറഞ്ഞു. ഞാൻ കെട്ടി എന്ന് 10 വയസ്സായ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞെന്ന്. അതാണ് അപ്പൊ അവർ റോഡിൽ പോയപ്പോ ആളുകൾ അവൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. എന്തുകൊണ്ടത് ഇപ്പോഴേ അത് ശ്രദ്ധിക്കുന്നു? അവനും അത് അയാളോട് ചോദിക്കണമെന്നുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതിന്റെ കാര്യം സിന്ധു പലവട്ടം ചോദിക്കുകയും ഇതിന്റെ പേരിൽ ഞാനത് കുട്ടികൾ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കൂല. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കുട്ടികൾ നിൽക്കുമ്പോൾ ചോദിക്കൂല. അവർ റോഡിൽ പോയ പറഞ്ഞ കാര്യമാണ് വിളിച്ച് ചോദിച്ചത്. അല്ല, അത് മാറ്റാൻ പറയണം. അപ്പൊ അവന് അത് മനസ്സിൽ അവനൊരു വിഷമം. എന്നാലും പോവും, അപ്പൻ്റെ കൂടെ കുറച്ച് ദിവസം പോയി നിൽക്കും, അവരുടെ കൂടെ തന്നെയായിരുന്നു. അറിഞ്ഞുകൂടാ നമുക്കിത് ഇതൊക്കെ ഇന്നതൊക്കെ ഒരു രീതി ചോദിച്ചാൽ, കാരണം അവർ ഈ പ്രശ്നങ്ങളല്ലേ മുഴുവൻ കാണുന്നത്. അത് സിന്ധു മാറ്റണം, അത് മാറ്റണം. ഈ അവരുമായിട്ട് ബന്ധമുണ്ടോ ഇവരുമായിട്ട് ബന്ധമുണ്ടോ എന്നും ഇനി അങ്ങോട്ടുള്ള ജീവിതം മനുഷ്യൻ തന്നിരിക്കുന്ന, ഈശ്വരൻ തന്നിരിക്കുന്ന മനുഷ്യന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ്. ഇതിനിടയ്ക്ക് എന്തിനാണ്? എനിക്കതല്ല മാഡം, ഞാൻ ഇത്രയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടും വീട്ടിൽ വന്ന് വേണ്ട പോട്ടു മക്കളെ നോക്കാം, മക്കളെ വന്ന് നോക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സജി പറഞ്ഞു കേട്ടില്ലേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് വേണ്ട എന്നൊരു ആള് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ വേണോന്ന് പറയുന്നത് അസുഖവും കാര്യങ്ങളും വന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇനി വേണം എന്ന് പറയുമ്പോ അല്ല, അത് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് എന്നെയാണ് അസുഖമാക്കി എന്നെ കെട്ടി വെച്ചു, എൻ്റെ സഹോദരങ്ങളെ ഏൽപ്പിച്ചു, എല്ലാം ചെയ്തത് കൊണ്ടാണ്, എൻ്റെ സഹോദരങ്ങളെ അറിയിച്ചത് കൊണ്ടാണല്ലോ അവർ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ശരിയാണ്, ശരിയാണ്. അന്നത്തെ ഒരു മാനസികാവസ്ഥ പറഞ്ഞു. പക്ഷെ അയാളുടെ മനസ്സിൽ അത് ശക്തമായിട്ട് ഇനി അങ്ങോട്ട് അത്തരം ശല്യങ്ങളൊന്നും ഇല്ലാതെ സിന്ധുവിന് തീർച്ചയായിട്ടും ഒരു ആശ്രയം വേണം, അതുകൊണ്ട് തന്നെ സഹായം വേണം. ആ രണ്ട് മക്കള് നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങളായിട്ട് തന്നെ വളരണം. അതുകൊണ്ട് ഈ അമ്മയുടെ അടുത്ത് പോയി അനാവശ്യമായിട്ട് സംസാരിക്കുന്നതും, അമ്മൻ അയാളോട് സംസാരിക്കുമ്പോൾ ചടുലമായ ഭാഷയിൽ രൂക്ഷമായിട്ട് സംസാരിക്കുക, നീ അങ്ങനെ പോയോ ഇങ്ങനെ പോയോ, ഇത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാവുന്ന സത്യം ചെയ്താൽ തന്നെ 90% പ്രശ്നങ്ങൾ ഒഴിവാകും. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇപ്പം സിന്ധു പറയുന്നത് കേട്ടിട്ട് അയാൾ ഗുണ്ടാപ്പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്, അടിപിടി കേസിലാണ്, കോടതിയിൽ പോയതാണെന്ന് പറയുമ്പോൾ അയാൾ ആ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ സിന്ധു സമാധാനമായിട്ട് ആ വീട്ടിൽ ഇപ്പൊ താമസിക്കുകയില്ല. ഏത് പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞാലും അയാൾ താമസിക്കത്തില്ല. ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ കഴിവുള്ള ഒരാളെ എങ്ങനെ സമാധാനമായിട്ട് അയാളുടെ അമ്മയുടെ വീട്ടിലല്ലേ പോയി കിടക്കുന്നത്? അയാൾ ബലമായിട്ട് വന്ന് ഇപ്പോഴും നിങ്ങൾ ഭാര്യയാണ്, നിങ്ങൾ ഡൈവേഴ്സ് കൊടുക്കുന്നില്ല, അയാൾ ബലമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ച് നിങ്ങളെ ഉപദ്രവിച്ചാൽ എന്തോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അപ്പൊ ആ ഒരു ഭാഗത്തെ ന്യായം നമ്മൾ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ വിടുക. അയാൾ നിങ്ങളുടെ വീട്ടുകാരും എല്ലാം വന്ന് ഉത്തരവാദിത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അയാൾ കഷ്ടപ്പെട്ട പൈസ എന്നാണ് ആ വീട് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അദ്ദേഹത്തിന്റെ പൈസ ഉണ്ട്, എന്റെ അനിയത്തി കുറച്ച് പൈസ തന്നു, എല്ലാം ഉണ്ട്. എന്നാലും അയാൾ അധ്വാനിച്ച പൈസ ഇല്ലേ? അധ്വാനിച്ചിട്ടുള്ള പൈസ ഉണ്ട്. എന്നിട്ട് പോലും അതിനകത്ത് ബലമായിട്ട് 4 പേരെ കൂട്ടി ഒരു ഇത്ര ഔഡി സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. 4 പേരെ കൂടി ഞാൻ അധ്വാനിച്ച പൈസയും കൂടെ ഉണ്ട്, 2 പേരും കൂടെ ചേർത്തങ്ങ് ഷെയർ ചെയ്താൽ മതി. അതിനുള്ള ശ്രമം അയാൾ നടത്തിയോ? ഒന്നുമില്ല. അയാൾ സൈലന്റ് ആയിട്ട് അയാളുടെ വീട്ടിൽ പോയി കിടക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തെ ഒരു ന്യായം അത് മാത്രമേ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കണക്കിലെടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു നന്മ അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ മനസ്സിൽ അയാളുടെ ഭാര്യയാണെന്നും ഈ 2 മക്കളും നല്ല രീതിയിൽ താമസിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും അതുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും പല കേസിലും വിളിക്കുമ്പോൾ അയാൾ വരുന്നു, പോലീസ് സ്റ്റേഷനിൽ വരുന്നു, അവർ പറയുന്നത് അനുസരിക്കുന്നു. ചെലവിന് കൊടുക്കാമോ? ഞാൻ കൊടുക്കാം, എന്റെ രേഖകളൊക്കെ ഇങ്ങ് തരണം. ഒരു ന്യായമായ ആവശ്യം. അത് നിങ്ങൾ അയാളെ തല്ലിയതുപോലെ, നിങ്ങൾ തല്ലിയത് ന്യായമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പറയുന്നു. അതുപോലെ മറ്റ് 90% ഭർത്താക്കന്മാരും പോലീസ് സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ 2 എണ്ണം അവർ പറിച്ചു വെച്ച് തരും മുഖത്ത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അയാൾ ആ നിയമത്തിനും വിധേയപ്പെടുന്ന ഒരാളാണ്. അതിനും അയാൾ വിധേയപ്പെട്ടു. 4 പേര് കൂടി ഒരു മധ്യസ്ഥം പറയുമ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ മതി, അതും സമ്മതിച്ചു. അയാളുടെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ശരി സംഭവിച്ചു, അയാൾ ആ വീട്ടിൽ പോയി താമസിക്കുന്നു. പിന്നെയും നിങ്ങൾ അയാളുടെ വീട്ടിൽ പോകുന്നു. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് ചോദിച്ചു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സൗമ്യമായിട്ട് അല്ല, പ്രകോപന രീതിയിൽ തന്നെ സംസാരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും. അത് കൂടുതൽ അയാളെ പ്രകോപിപ്പിക്കും. നിനക്ക് തരാനുള്ളൊക്കെ തന്നു, വീടും തന്നു, അവിടെ താമസിക്കുന്നു, എന്നെ വേണ്ടാന്നും പറഞ്ഞു, ഇനി എന്തിനാ ചോദിക്കുന്ന ഒരു ദേഷ്യം അയാൾക്ക്. ഇത് ഒഴിവാക്കണം സിന്ധു. മനസ്സിലായോ? നമുക്ക് നമ്മുടെ വിഷമങ്ങളെല്ലാം ഉണ്ടാവും. സിന്ധു ഈ വഴക്ക് പറയുന്നതും ഇത് ഒഴിവാക്കി കുറച്ച് പ്രത്യേകിച്ച് സ്നേഹപ്രകടനം നടത്തിയില്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക. അത് വരും, തീർച്ചയായിട്ടും ആ രീതിയിൽ പെരുമാറും.
ഞാൻ അങ്ങോട്ട് വരുമെന്നുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ മോനെയും വെട്ടി അവിടെ തന്നെ കുഴിച്ചു മൂടിയിടും. ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. കാര്യം പുള്ളിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവരുടെ 2 മക്കളെ കൂടെ സ്കൂളിൽ കാറിൽ കൊണ്ടാക്കുകയും ചെയ്യും. ഒരു ദിവസം ഇദ്ദേഹം വയലൻ്റായിട്ട് അവിടെ പോയിട്ട് പിന്നെ എൻ്റെ ചേട്ടൻ പിന്നെ മോളെ പീഡിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി. ഞാൻ പോലും അറിയുന്നില്ല. വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്കും സാരി എടുത്ത് ഇറങ്ങി പോകുന്ന ഭാര്യ എടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നീ എവിടെ പോണേ? അതെൻ്റെ അണ്ണൻ്റെ വീട്ടിൽ പോകണം. ഇപ്പോൾ അവിടെ എന്തൊരാവശ്യം? എനിക്ക് പോകണം. എന്നാൽ നീ പോണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി. ഇല്ല എനിക്കിപ്പോൾ പോകണം, ഞാൻ നിന്നെ കൊന്നിട്ടായാലും ഞാൻ പോകും. ഇപ്പോൾ ലോക്കപ്പിലെ കൊണ്ടിട്ട് അണ്ടർവെയറിൽ നിർത്തി ഇടിക്കുമ്പോഴത്തേക്കും വെളിയിലിരുന്ന് ചിരിച്ചിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയി FIR ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.